ഭൂമിക്ക് വേണ്ടിയുള്ള 5 പതിറ്റാണ്ട് നീണ്ട സമരചരിത്രത്തിനൊടുവിൽ സ്വപ്ന സാക്ഷാത്കാരം. തൊട്ടിൽപ്പാലം, തോട്ടക്കാട്, മിച്ചഭൂമി തലമുറകളായി അതിജീവനത്തിന് വേണ്ടി പോരാടിയ 465 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചു. കുറ്റ്യാടി MLA KP കുഞ്ഞാമത് മാസ്റ്ററാണ് കുടുംബങ്ങൾക്ക് നികുതി രേഖ കൈമാറിയത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഇവരുടെ കൈകളിൽ പട്ടയവും നികുതി അടയ്ക്കാനുള്ള അവകാശവും എത്തിച്ചേർന്നിരിക്കുകയാണ്. കർഷക സംഘത്തിന്റെയും KSKTയുടെയും നേതൃത്വത്തിൽ നടന്ന ശക്തമായ സമര പോരാട്ടങ്ങളുടെ പരിസമാപ്തി കൂടിയായി മാറി ഈ ദിനം. നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തോട്ടക്കാട് സമരഭൂമിയിൽ മനസമാധാനമായി തലചായ്ക്കുക എന്ന തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. LDF ഗവൺമെന്റ് വീണ്ടും ഇപ്പോൾ അധികാരത്തിൽ വന്ന സമയത്ത് മുഴുവൻ ആളുകൾക്കും ഇവിടെ സർവേ നടത്തി പട്ടയം കൊടുക്കാനും അതുപോലെ തന്നെ കൈവശരേഖ കൊടുക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കുന്നത് അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തുകാർ. കാരണം LDF ഗവൺമെൻറ് ഇപ്പം അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പം ഈ ഭൂമി വരെ ഞങ്ങൾക്കിപ്പം കിട്ടാത്ത ഒരവസ്ഥ വന്നു ചേരുമായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. കുറേ കഷ്ടപ്പെട്ട് സഹിച്ചു നിന്നതാണ്. ഇപ്പോൾ ഈ പട്ടയത്തിന് മന്ത്രി നമ്മളെ ഇപ്പോഴത്തെ പാർട്ടിക്കും എല്ലാവർക്കും നല്ല സന്തോഷമായ സമാധാനം. ഞങ്ങൾക്ക് നികുതി അടയ്ക്കാനും 46 വർഷത്തിനുള്ളിൽ ഇടയ്ക്ക് ഞങ്ങൾക്ക് പട്ടയം തരുന്നു. ഈ സർക്കാരിനെ എന്നും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. 20 വർഷത്തോളം വടകര സബ് കോടതിയിലും അത്ര തന്നെ കാലം ഹൈക്കോടതിയിലും നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കൈവശക്കാർക്ക് അനുകൂലമായി വിധി വന്നത്. തുടർന്ന് LDF സർക്കാരിന്റെ ഇടപെടലിലൂടെ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി ലാൻഡ് ട്രിബ്യൂണലും മുന്നോട്ടു വന്നു. അതിന്റെ ഭാഗമായാണ് കൈവശക്കാരുടെ നികുതി സ്വീകരിക്കലും കുടുംബസംഗമവും തോട്ടക്കാട് സമരഭൂമിയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P മോഹനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തോട്ടക്കാട് മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച സമരസേനാനികളെ P മോഹനൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തോട്ടക്കാട് മിച്ചഭൂമിയിലെ ഈ 465 കുടുംബങ്ങൾക്ക് ഇത് വെറും ഭൂമിയുടെ പട്ടയം മാത്രമല്ല, മറിച്ച് തലമുറകളുടെ സ്വപ്നങ്ങൾക്ക് ലഭിച്ച ഉറച്ച അടിത്തറ കൂടിയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.